വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ. ഞാൻ ഇന്ന് രാവിലെ ഒരു വീഡിയോ ചെയ്തു, ഒരു ചെറിയൊരു വീഡിയോ, ഷോർട്സ് വീഡിയോ. അതിലൊരു 16 വയസ്സുള്ള ഒരു കുട്ടീനെ, മുഹമ്മദ് ഷാദിൽ എന്ന് പേരുള്ള 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടീനെ കാണാതായി എന്നാണ് ആ വീഡിയോ ഉണ്ടായിരുന്നത്. ആ വീഡിയോ കണ്ടിട്ട് എനിക്ക് മലപ്പുറം ജില്ലയിലെ എടവണ്ണപ്പാറയിൽ ഒരു ഉമ്മ വിളിച്ചു. ആ ഉമ്മ വിളിച്ച് പറയുന്നത് അവരുടെ മകന് 16 വയസ്സുള്ള +1 പഠിക്കുന്ന ഒരു മകനെ കാണാതായിട്ട് 15 ദിവസമായത്രേ. ഒരുപാട് അന്വേഷണങ്ങൾ നടന്നു, ഇപ്പോഴും ആ മകനെ കിട്ടിയിട്ടില്ല. മുഹമ്മദ് ആദിൽ എന്നാണ് ഈ കുട്ടിയുടെ പേര്. 16 വയസ്സാണ്, എടവണ്ണപ്പാറയിലാണ്, +1 പഠിക്കുന്ന കുട്ടിയാണ്. കഴിഞ്ഞ 10ാം തീയതിയാണ് ഈ കുട്ടീനെ കാണാതായത്. അപ്പോൾ ഈ കുട്ടി പഠിക്കാൻ നല്ല മിടുക്കനായൊരു കുട്ടിയാണ്. അപ്പോൾ ഈ ഉമ്മ പറയണത് ഞാൻ ഉമ്മയോട് സംസാരിച്ചു. അപ്പോൾ ഈ ഉമ്മ പറയണത് ഈ കുട്ടീനെ കാണാതാവാനൊരു കാരണം ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ, ഇവനെ ഉമ്മ നോക്കുമ്പോൾ ഇവൻ്റെ കയ്യിൽ നിന്നൊരു ഫോണ് കിട്ടി. ഇവൻ്റെ ഫോണല്ല, വേറൊരു ഫോണ്. ഇത് ആരുടേത്? ഉമ്മ പിടിവലി കൂടിയപ്പോൾ, അതും രണ്ടുപേരും പിടിവലി കൂടിയപ്പോൾ താഴെ വീണ് പൊട്ടിയപ്പോൾ രണ്ടാൾക്കാരും സൈലൻ്റായി. അപ്പോൾ ഉമ്മ പറഞ്ഞു, പേടിക്കണ്ട, ഫോണ് കേട് വന്നതാണ്, നമുക്കതിന് പരിഹാരം കാണാം, പക്ഷേ ആരുടെ ഫോണാണെന്നുള്ളത് പറയണമെന്ന് പറഞ്ഞു. ഉമ്മക്ക് സത്യം പറഞ്ഞാൽ ഉറക്കം കിട്ടിയിട്ടില്ല. ഇവന് ഇടക്കിടക്ക് ചെന്ന് നോക്കും, റൂമിൽ ഇവനുണ്ടോ നോക്കും, ഉണ്ട്. അങ്ങനെ സുബഹിൻ്റെ നേരത്തെ ഒരു അല്പം ഉമ്മ മയങ്ങിപ്പോയി. അതുവരെ ഉമ്മ ഉറങ്ങാത്തൊരു ഉമ്മയാണ്. സുബഹിസ്കാരം കഴിഞ്ഞതിന് ശേഷമാണ് ഉമ്മ പെട്ടെന്ന് മയങ്ങിപ്പോയത്. ഉമ്മ എഴുന്നേൽക്കുമ്പോൾ ഒരു 7 മണിയാണ്. പിന്നെ ചെന്ന് നോക്കുമ്പോൾ ഇവനെ കാണാനില്ല എന്ന് മാത്രമല്ല, ആ ഉമ്മ ഉപയോഗിക്കുന്ന സ്കൂട്ടിയും കാണാനില്ല. അങ്ങനെ ആകെ ബേജാറായി, പരാതിയായി. അപ്പോൾ ഇവൻ ആ സ്കൂട്ടിയുമായിട്ട് നേരെ കോഴിക്കോടേക്ക് പോയിക്കണം. അങ്ങനെ പിന്നെ അന്വേഷണത്തിലാണ് ഇവന് കോഴിക്കോട് നിന്ന് ചെന്നൈ ഭാഗത്തേക്ക് ട്രെയിൻ കയറി എന്നുള്ളത് അറിഞ്ഞത്. അപ്പോൾ വേറെ ആരോടോ അവൻ പറഞ്ഞത്. ഇപ്പോൾ എൻ്റെ ഫോട്ടോ ഒക്കെ കണ്ടിട്ട് ഈ കുട്ടിയാണ് ചെന്നൈ ഭാഗത്തേക്ക് കയറിയെന്ന് അറിഞ്ഞു. അപ്പോൾ ഇതിൽ ഉമ്മാക്ക് ഭയങ്കര ബേജാറ്. എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ കോഴിക്കോട് ടൗൺ പോലും ഇവനക്ക് പോയിട്ട് പരിചയമില്ല, 2 ട്രെയിൻ കയറിയിട്ടുള്ളൊരു പരിചയമുള്ള ഒരാളല്ല. പക്ഷേ CCTV ദൃശ്യങ്ങളൊന്നും പെടാത്ത ഭാഗത്താണ് ഇവൻ പോയിട്ട് ട്രെയിൻ കയറുന്നത്. ഇവൻ്റെ ഒരു ഭാഗത്തുള്ള CCTV ദൃശ്യമാണ് കിട്ടിയത്. ഏതായാലും ഈ ഒരു സ്കൂട്ടി, ഉപയോഗിക്കുന്ന ഇരുചക്രവാഹനം റെയിൽവേ സ്റ്റേഷനിൽ ഉപേക്ഷിച്ചിട്ടാണ് ഈ കുട്ടി പോയിട്ടുള്ളത്. കുട്ടിയുടെ കയ്യിൽ ഫോണോ കാര്യങ്ങളൊന്നും ഇല്ല. ഇന്ന് 15 ദിവസമായിട്ട് ആ ഉമ്മാക്ക് കുട്ടിയെ കിട്ടിയിട്ടില്ല. ആ ഉമ്മയുടെ ഉള്ളിൽ വല്ലാത്തൊരു വേദന. അപ്പോൾ ഞാനിന്ന് ഈ തിരൂർ ചമ്രവട്ടം ഭാഗത്ത് ഈ മുഹമ്മദ് ഷാദിൽ നിന്നുള്ളൊരു 16 വയസ്സുള്ളൊരു കുട്ടിനെ കാണാത്തൊരു വീഡിയോ ഞാൻ രാവിലെ ചെയ്തിരുന്നു. ചെയ്തപ്പോഴാണ് ഉമ്മ വിവരങ്ങൾ പറയുന്നത്. നമ്മളെല്ലാവരും, നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും പ്രാർത്ഥിക്കാം, പടച്ച റബ്ബേ നമ്മുടെ മക്കൾക്ക് ഓരോ ബുദ്ധിമോശങ്ങൾ തോന്നുകയാണ്, ഓരോ കാരണങ്ങളാൽ ഉമ്മാനോടോ വാപ്പാനോടൊക്കെ പിണങ്ങിയിട്ട് വീട് വിട്ടിറങ്ങുകയാണ്. ആ ഒരു പൊന്നുമോൻ എവിടെയാണെങ്കിലും പടച്ച റബ്ബിന് കഴിയാത്തൊരു കാര്യങ്ങളില്ലല്ലോ. ആ മകൻ്റെ മനസ്സിൽ ഉമ്മാൻ്റെ അടുത്തേക്ക് വരാനും വീട്ടിലേക്ക് വിളിക്കാനും തോന്നുന്നൊരു മാനസികാവസ്ഥ അല്ലാഹു സമ്മാനിക്കട്ടെ. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുക. കാരണം ഈ ഷാദിൻ്റെ കേസിലും ഇങ്ങനെ തന്നെയാണ്. വീട്ടിൽ നിന്ന് എന്തോ പിണങ്ങിയിട്ട് എന്തോ വഴക്കുണ്ടായിട്ട് പോയതാണ്. ഓനങ്ങനെ തിരൂർ ഭാഗത്തേക്ക്, ഓനൊരു ബേക്കറി കടയിൽ നിന്ന് എന്തൊക്കെ സാധനങ്ങൾ വാങ്ങി തിരൂർ ഭാഗത്തേക്ക് കയറി, അങ്ങനെ ട്രെയിൻ കയറി. ഇപ്പോൾ എവിടെ ഒരു ഭാഗത്ത് ബാംഗ്ലൂരോ മുംബൈയിലോ എവിടെയൊക്കെ ഉള്ളൊരു അന്വേഷണത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ഏതായാലും അവനെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. അല്ലാഹു കിട്ടട്ടെ. നമ്മുടെ മക്കൾ അങ്ങനെ കയ്യിൽ നിന്ന് പോവില്ല. കേരളത്തിൽ നിന്ന് കാണാതാവുന്ന ഒരു 98% മക്കളെയും കണ്ടു കിട്ടാറുണ്ട്. അൽഹംദുലില്ലാ, അതാണ് വലിയൊരു പ്രാർത്ഥന. ഇപ്പോൾ ഈ ഒരു ഉമ്മ 15 ദിവസമായിട്ട് ആ ഉമ്മാക്ക് മോനെ കിട്ടിയിട്ടില്ല. ആ ദിവസം വരെ ആ ഉമ്മ നല്ലപോലെ കിടന്നുറങ്ങിയിട്ടുണ്ടാവില്ല. എവിടേക്കായിരിക്കും നമ്മുടെ മക്കൾ ഇങ്ങനെ പോകുന്നുണ്ടാവുക? എന്താണ് നമ്മുടെ മക്കൾക്ക് പറ്റുന്നത്? സാധാരണ മക്കൾ ഇങ്ങനെ കാണാതാവുന്ന മക്കൾ 3 രീതിയിലാണ്. ഒന്ന്, ആരെങ്കിലുമൊക്കെ തട്ടിക്കൊണ്ടുപോവുക. ആ തട്ടിക്കൊണ്ടുപോകണമെങ്കിൽ കുടുംബത്തിലുള്ള ആൾക്കാരാവും, അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള ആളുകളാവും. അതിന് പല കാരണങ്ങളുണ്ട്. പ്രണയം, മറ്റു പല കാരണങ്ങളുണ്ട്. ചില ആളുകൾ സ്വയം വീട് വിട്ടിറങ്ങുന്നുണ്ട്. ഇതൊക്കെ അതിൽപ്പെട്ടതാണ്. അങ്ങനെ സ്വയം വീട് വിട്ടിറങ്ങുന്നതിന് ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ, അതൊന്നുകിൽ വീട്ടുകാരുമായിട്ട് വഴക്കിട്ടായിരിക്കാം. 2 രീതിയിലുള്ള പാരൻറ്റിങ് ഒരു പ്രശ്നമാണ്. അപ്പോൾ കുട്ടികൾക്ക് പ്രശ്നം എന്ന് വെച്ചാൽ, വീടൊരു സുരക്ഷിതമായിട്ട് കുട്ടിക്ക് തോന്നില്ല. അപ്പോൾ ഞാനീ പറഞ്ഞ ഈ ഒരു കുട്ടി തന്നെ പോകുന്നതിന് മുൻപ് തന്നെ മറ്റേ സുഹൃത്തുക്കളൊക്കെ പറഞ്ഞത്രേ, ഞാൻ പോവും ഒരു ദിവസം. അങ്ങനെ ഞാൻ പോയിട്ട് എൻ്റെ ഉമ്മാനെ ഞാൻ ഒരുപാട് കാശ് ഉണ്ടാക്കി ഞാൻ തിരിച്ചു വരും, എന്നിട്ട് ഞാൻ ഉമ്മാനെ സഹായിക്കും, വാപ്പാനെ സഹായിക്കും, അങ്ങനെയൊക്കെ ഈ കുട്ടി പറയാറുണ്ട്. അപ്പോൾ ഈ കുട്ടി നേരത്തെ പോകാൻ വേണ്ടിയിട്ട് മെൻ്റലി പ്രിപ്പയർഡായിരുന്നു. അപ്പോൾ അതിനൊരു കാരണമാണ് എന്ത്? ഈ ഫോണ് പിടിച്ചു വലിച്ചു, അല്ലെങ്കിൽ വേറൊരുത്തൻ്റെ ഫോൺ ഇവൻ്റെ കയ്യിൽ കണ്ടു, അതിനെ ചോദ്യം ചെയ്തു. അതൊരു പ്രകോപനം മാത്രമാണ്. വീടൊരു സുരക്ഷിതമായിട്ട് ഈ കുട്ടികൾക്ക് തോന്നാതിരിക്കാൻ കാരണം അതൊരു പാരൻറ്റിങ്ങിൻ്റെ പ്രശ്നമാണ്. പ്രത്യേകിച്ച് ഈ കൗമാര അഡോളസൻസ് പ്രായം, ഒരു 12 വയസ്സ് മുതൽ 18 വയസ്സ് വരെ പ്രായത്തിലുള്ള ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ചിട്ട് കാണാതാവുന്നവരുടെ എണ്ണം കൂടുതലാണ്. നമ്മളെല്ലാവരും, ഈ വീഡിയോ കാണുന്ന എല്ലാവരും, ഈ ഒരു കുട്ടി, ഒരു മുഹമ്മദ് ആദിൽ എന്ന് പേരുള്ള ഈ ഒരു 16 വയസ്സുള്ള പൊന്നുമോൻ, എടവണ്ണപ്പാറയിലാണ്, മലപ്പുറം ജില്ലയിലാണ്. ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലുമൊക്കെ അറിയുന്ന ആളുകൾ ഉണ്ടായിരിക്കാം.
എല്ലാവരും ആ ഒരു പൊന്നുമോനെ കിട്ടാൻ വേണ്ടി ദുആ ചെയ്യുക. അല്ലാഹ് കൂട്ടത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കുട്ടികളുടെ ഒരു മാനസികാവസ്ഥയിൽ ചില മാറ്റങ്ങൾ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. കുട്ടികളുടെ ഈ ഞാനിനി കുറച്ച് കാര്യങ്ങൾ പറയാം. ഈ സ്വഭാവം നിങ്ങളുടെ കുട്ടികൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുട്ടികൾക്ക് ചില മാനസിക പ്രയാസങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾക്ക് വേണ്ടത് ഒന്നുകിൽ നിങ്ങൾ അധ്യാപകർ പങ്കുവെക്കുക. അധ്യാപകരോട് പങ്കുവെച്ചാൽ മാത്രം പോരാ, ഒരു കുട്ടികൾക്ക് നല്ലൊരു മികച്ച കൗൺസിലിംഗ് കൊടുക്കുക. അപ്പോൾ എൻ്റെ അടുത്ത് ഇതുപോലെയുള്ള പല പ്രശ്നങ്ങളും കൗൺസിലിങ്ങിന് വരാറുണ്ട്. കൗൺസിലിങ്ങിന് കൊണ്ടുവന്നതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇതുപോലെയുള്ളൊരു സാഹചര്യം ഉണ്ടാവില്ല. ഇത് കുട്ടികൾക്ക് വീടൊരു സുരക്ഷിതമല്ല, അല്ലെങ്കിൽ വീടിലൊരു സന്തോഷമെല്ലാം തോന്നിയിട്ട് ഈ കുട്ടി ചെയ്യുന്നത് വലിയൊരു അബദ്ധമാണ്. അപ്പോൾ ഞാൻ ഇനി പറയുന്ന കാരണങ്ങൾ നമ്മുടെ മക്കൾക്ക് ഈ സ്വഭാവ മാറ്റങ്ങൾ ഉണ്ടോ എന്ന് നോക്കുക. ആ മാറ്റങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ നമ്മളൊരു സുരക്ഷിതം ഒരു നന്നായിട്ടൊരു കൗൺസിലിങ്ങിന് കൊണ്ടുപോകണം. ഒന്നാമത്തെ ഒരു കാര്യം, പെട്ടെന്നുള്ള സ്വഭാവ ഒരു മാറ്റം. കുട്ടികൾക്ക് അതുവരെ ഉണ്ടായിരുന്ന സ്വഭാവത്തിൽ നിന്ന് പെടുന്നൊരു സ്വഭാവ മാറ്റം ഉണ്ടാവുക. ഇങ്ങനെ നിങ്ങളുടെ കുട്ടികൾക്ക് എന്തെങ്കിലും കുട്ടികൾ അതുവരെ ഇഷ്ടപ്പെട്ടിരുന്നൊരു കാര്യങ്ങൾ പിന്നെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടാതിരിക്കുക, പിന്നെ പ്രിയപ്പെട്ടവരോട് എതിർത്ത് സംസാരിക്കുക, വാപ്പാനോടും ഉമ്മാനോടൊക്കെ കയർത്ത് സംസാരിക്കുക, അധ്യാപകരോട് കയർത്ത് സംസാരിക്കുക, ഈ ഒരു ശീലം വർദ്ധിച്ചു വരിക. സാധാരണ മൂത്തോക്കിലും മിണ്ടാത്തൊരു കുട്ടിയാണ് ഇപ്പോൾ ഇങ്ങോട്ട് പാടാതെ പോടാന്നൊക്കെ പറയുന്ന രീതിയിലേക്ക് കുട്ടികൾ മാറുക. പിന്നെ മറ്റുള്ളവരെ അപായപ്പെടുത്തുക, എന്തെങ്കിലും ഉണ്ടെങ്കിൽ കത്തിയൊക്കെ എടുത്തിട്ട് പനിയും കാട്ടാൻ വരിക, അല്ലെങ്കിൽ ആകെ വയലൻ്റ് ആവുന്നൊരവസ്ഥ. പിന്നെ മറ്റൊന്ന്, സ്വയം മുറിവേൽപ്പിക്കുക. എന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ കുട്ടി ബ്ലേഡ് എടുക്കുക, അതൊക്കെ അങ്ങനെ ചെയ്യുക എങ്ങനെ ചെയ്യും, ഞാനിപ്പോൾ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്ന രീതിയിലേക്ക് കുട്ടി മാറുക. പിന്നെ കൂട്ടുകാരിൽ നിന്നും കുടുംബത്തിൽ നിന്നും കുട്ടി ഇങ്ങനെ പിൻവലിയുക. ഫ്രണ്ട്സ് വേണ്ട, ഉമ്മയും വാപ്പയും വേണ്ട, ആരോടും മിണ്ടില്ല, എല്ലാത്തിൽ നിന്നും ഇങ്ങനെ ഒരു ഡിസ്റ്റൻസ്, ഒരു അകൽച്ച പാലിക്കുക, ഒരു എസ്കേപ്പിസം. പിന്നെ കുട്ടികൾ ഒറ്റയ്ക്കിരിക്കുക. ഏത് സമയത്തും ഓൻ ഒറ്റയ്ക്കിരിക്കണം. ഓന് ഒരു മൊബൈലും ഉണ്ടെങ്കിൽ ലാപ്ടോപ്പ് ഉണ്ട്, ഒരിക്കലും അനുവദിക്കാൻ പാടില്ല. അങ്ങനെ ഒറ്റയ്ക്കിരിക്കുന്ന സ്വഭാവം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വളരെ ഡേഞ്ചറസ് ആയൊരു സമയമാണ്, നമ്മൾ സ്വയം തിരിച്ചറിയുക. ഒന്നുകിൽ കുട്ടികൾക്ക് ഉറക്കമില്ലായ്മ, അല്ലെങ്കിൽ അമിതമായ ഉറക്കം. ഇത് രണ്ടും ഡേഞ്ചറാണ്. സാധാരണ ഒരു കുട്ടി ഉറങ്ങുന്നൊരു സമയമുണ്ട്, ഇത് നേരം 12 മണി 2 മണി വരെ കുട്ടി മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ഒരു കുട്ടി, അല്ലെങ്കിൽ കുട്ടി ഫുള്ള് ഉറക്കം തന്നെ. ഇത് രണ്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാണ്. പിന്നെ കുട്ടി ഇഷ്ടത്തോടെ ചെയ്തിരുന്ന പല കാര്യങ്ങളും പിന്നെ കുട്ടി ചെയ്യാതിരിക്കുക. അതുവരെ പള്ളിയിൽ പോയിരുന്നൊരു കുട്ടിയാണ്, മകരിപ്പിക്കെങ്കിലും പള്ളിയിൽ പോകുന്നത്, ദിക്കറിന് പള്ളിയിൽ പോകുന്ന കുട്ടിയാണ്, ഫ്രണ്ട്സിനോടൊപ്പം കളിക്കാൻ പോയിരുന്ന കുട്ടിയാണ്, ടർഫിൽ പോയിരുന്ന കുട്ടിയാണ്. ഇങ്ങനെ ഇഷ്ടത്തോടു കൂടി ചെയ്തിരുന്ന കാര്യങ്ങളൊക്കെ ഉപേക്ഷിക്കുന്ന ഒരു സ്വഭാവം. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ ഒരു കുട്ടിക്ക് 2 ആഴ്ചയിലേറെ ഈ പ്രകൃതം കാണുന്നുണ്ടെങ്കിലാണ് ചെയ്യേണ്ടത്. ഒരു തവണ എങ്ങാനും കുട്ടി ഉറക്കം വെച്ചതിൻ്റെ പേരിലോ, അല്ലെങ്കിൽ ഉറക്കം കിട്ടാത്തതിൻ്റെ പേരിലോ, അല്ലെങ്കിൽ ഉമ്മാനോട്ട് തല്ലുകൂടി, ഇതൊന്നും ഒരു തവണ ചെയ്തതിൻ്റെ പേരിലൊന്നും പേടിക്കണ്ട. പക്ഷേ 2 ആഴ്ചയിലേറെ ആയിട്ട് കുട്ടിയുടെ പ്രകൃതം ബിഹേവിയർ ഈ രീതിയിലാണെന്നുണ്ടെങ്കിൽ ആ കുട്ടികളെ നമ്മൾ നിർബന്ധമായിട്ടും കൗൺസിലിങ്ങിന് കൊണ്ടുപോകണം. കൗൺസിലിങ്ങിന് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇത്തരം കുട്ടികളുടെ പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു മുഹമ്മദ് ആദിൽ എന്നുള്ള ആ ഒരു ഇടവണ്ണപ്പാറിലെ കുട്ടിയും, അതേപോലെ മുഹമ്മദ് ഷാദിൽ എന്ന പേരുള്ള തിരൂര് കേസ് രജിസ്റ്റർ ചെയ്ത ചമ്പളോട്ടം പകൽ കുട്ടിയൊക്കെ, ഇതാണ് ഇപ്പോൾ നമുക്ക് 2 എണ്ണം അറിയാവുന്ന കുട്ടികൾ. എത്രയും പെട്ടെന്ന് ആ കുട്ടികളെ കണ്ടെത്താൻ വേണ്ടി നമ്മൾ ദുആ ചെയ്യുക. പരമാവധി കുട്ടികളുടെ കാര്യത്തിൽ നമ്മൾ ഭയങ്കര ശ്രദ്ധിക്കുക. നമ്മൾ ശരിയാണെന്ന് കാണിക്കുന്ന ഒരു പേരൻറ്റിങ്ങിന് ഒരു രീതിയുണ്ട്. കാരണം ആരും അത്ര എക്സ്പീരിയൻസോടൊന്നല്ല നമ്മുടെ മക്കളോട് നമ്മൾ പെരുമാറുമ്പോൾ ശരിയാണെന്ന് കരുതിയിട്ടായിരിക്കും. പക്ഷേ കുട്ടികൾ അങ്ങനെയല്ല. അഡോളസൻസ് പ്രായത്തിലുള്ള ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും 2 ബിഹേവിയറിലാണ് മാതാപിതാക്കൾ ഇവരെ ഹാൻഡിൽ ചെയ്യേണ്ടത്. രണ്ടും ഒരേ മെത്തേഡ് ഉപയോഗിക്കരുത്. പെൺകുട്ടികൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ആൺപിള്ളേരെ ആഗ്രഹിക്കുന്ന കാര്യം വ്യത്യാസമാണ്. അപ്പോൾ ഇത് പഠിക്കാനുള്ള പ്രശ്നം കൊണ്ടൊന്നുമല്ല, എല്ലാം പഠിക്കുന്ന കുട്ടികളാണ്, എല്ലാം കൊണ്ടും കഴിവുള്ള കുട്ടികളാണ്. പക്ഷേ എപ്പോഴോ എവിടുന്നോ ഒരു ധൈര്യത്തിനാണ് ഇറങ്ങിപ്പോവന്നെ. ആ ഇറങ്ങിപ്പോകുന്നത് അവനവൻ്റെ മനസ്സിൽ നിന്നുള്ളൊരു വല്ലാത്തൊരു പെടച്ചിലുണ്ട്, വേദനയുണ്ട്. ആ ഉമ്മയും വാപ്പയും അനുഭവിക്കുന്നൊരു വേദന സങ്കല്പിക്കാവുന്നതിലും അപ്പുറത്താണ്. അതുകൊണ്ട് ഈ വീഡിയോ കാണുന്ന ആരുടെയെങ്കിലും ഈ കുട്ടികളെ എവിടുന്നെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തൊട്ടടുത്തുള്ള സ്റ്റേഷനിൽ വിളിച്ച് അറിയിക്കുക. അതോടൊപ്പം തന്നെ നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിക്കുക, പൊന്നു മക്കളെ ഒരു കേടുപാടും കൂടാതെ തിരിച്ച് വീട്ടിലെത്തുന്ന ഒരവസ്ഥ അള്ളാഹു ആ മക്കൾക്കൊക്കെ സൽബുദ്ധി തോന്നിപ്പിക്കട്ടെ.